Dear students, I am Shashidharan, workshop superintendent. This semester we are dealing in sheet metal some of the assembled and developed shapes in sheet metal. Last year we have done around 4 models. One is single grooved joint, then double grooved joint, then one locked up seam, then tank corner joint. All the 4 models we have done in 2008 workshop practice. Okay. In this semester we are doing another 4 more models in workshop practice 3 in sheet metal section. ഓക്കെ, ഈ സെമസ്റ്ററിൽ നമ്മൾ കുറേ ഡക്റ്റുകൾ, ഫണലുകൾ, അതേമാതിരി ട്രേ അങ്ങനെയുള്ള ഒരു 3-4 മോഡൽസാണ് ചെയ്യാൻ പോകുന്നത് ഈ സെമസ്റ്ററിൽ. അപ്പോൾ നമ്മൾ അതെന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഇപ്പോൾ സിംഗിൾ ഗ്രൂവ്ഡ് ജോയിൻറ്റും ഡബിൾ ഗ്രൂവ്ഡ് ജോയിൻറ്റും ഒക്കെ ഒരുപാട് ചേർത്തിട്ടുള്ള മോഡലുകളാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കി ആദ്യത്തെ മോഡൽ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ക്വയർ എൽ ഡക്റ്റാണ്. ഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി ഇപ്പോൾ ഈ എയർ കണ്ടീഷണർ എന്നൊക്കെ എയറൊക്കെ കൂൾഡ് എയറിനെയൊക്കെ ക്യാരി ചെയ്യാനുള്ള പാസേജുകൾ, അതാണ് ഡക്റ്റ്. അപ്പോൾ ഇത് സ്ക്വയർ ഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ സ്ക്വയർ ഡക്റ്റ് ഉണ്ടാക്കാൻ അതിൻ്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുക. ഐസോമെട്രിക് വ്യൂ വരച്ച ശേഷം അതിൻ്റെ സൈഡ് വ്യൂ വരയ്ക്കുക. സൈഡ് വ്യൂ നോക്കുക എങ്ങനെയാണ് നമുക്ക് നോക്കിക്കോളൂ. 35ന്റെ ഒരു സൈഡ് ഉണ്ട്, അപ്പുറത്തൊരു 35, അപ്പുറത്തൊരു 35. അപ്പൊ എത്രയായി? 140 140 mm. 35 140 mm എന്തായി? അതിന്റെ പ്ലേറ്റിന്റെ ബേസ് 140 mm ആയി. 140 mm. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കൂ, ഈ ബേസിന്റെ 140 mm വരച്ച ശേഷം എന്ത് ചെയ്യണം? ഇതിന്റെ സൈഡ് വ്യൂ വരയ്ക്കണം. സൈഡ് വ്യൂ എവിടെയാണ് വരയ്ക്കേണ്ടത്? നോക്കൂ, ഇവിടെ സൈഡ് വ്യൂ വരയ്ക്കില്ല. എൽബോന്റെ സൈഡ് വ്യൂ ഇവിടെ വരയ്ക്കുക. ഓക്കെ, സൈഡ് വ്യൂ ഇവിടെ വരച്ചു. അപ്പൊ നമ്മൾ നോക്കിക്കോളൂ, എൽബോന്റെ സൈഡ് വ്യൂ ഇവിടെ വരച്ചു. ഇനി നമ്മൾ ഇതിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പ്ലേറ്റിന്റെ, അതായത് 140 mm സെൻട്രൽ ലൈൻ, സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യുക. സെന്റർ പോയിന്റ് 70 mm സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യുക. 70. അപ്പൊ നോക്കൂ, ഇപ്പൊ നമ്മൾ അതില് ഫസ്റ്റില് നമ്മൾ എന്ത് ചെയ്തു? ലോക്ക്ഡ് ഗ്രൂവ്ഡ് സീം ചെയ്ത സമയത്ത് നമുക്ക് ആക്ച്വലി ജോയിനിങ് ലെങ്ത് എത്ര കിട്ടിയത്? 5 mm ലോക്ക്ഡ് ഗ്രൂവ്ഡ് സീമായിരുന്നു. ആ സമയത്ത് നമുക്ക് ജോയിനിങ് ലെങ്ത് 5+10 നമുക്ക് കിട്ടിയത്. നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും വിചാരിക്കണം. ആക്ച്വലി നമ്മൾ വിചാരിക്കുക 5+5 എന്നാണ്, പക്ഷെ അങ്ങനെയല്ല. 5+5+5 വരും. ലോക്ക്ഡ് ഗ്രൂവ്ഡ് സീമിന്റെ നമ്മൾ അന്ന് അളവെടുത്ത സമയത്തുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ ജോയിനിങ് ലെങ്തും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കാണണം. ഇവിടെ എന്താണ്? ഈ ഡക്റ്റുകൾ മടക്കി കൊടുത്തിട്ട് ജോയിൻ ചെയ്യുന്നത് എന്താണ്? ലോക്ക്ഡ് ഗ്രൂവ്ഡ് സീമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കോളൂ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ജോയിനിങ് ലെങ്ത് ഇതിൽ കൊടുക്കണം. ഈ 70 mm കൂടെ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? ഒരു പുറത്ത് 10 mm ഒരു പുറത്ത് 5 mm. അപ്പൊ നമ്മൾ ഒരു 5 mm ഇവിടെ കൊടുത്തു. 70 mm ജോയിനിങ് ഗ്യാപ്പ് ഇവിടെ 5 mm കൊടുത്തു. ജോയിനിങ് ലെങ്ത് കൊടുത്തു. ഇവിടെ 5 mm. ഇവിടെ 10 mm ജോയിനിങ് ലെങ്ത് കൊടുത്തു. ഓക്കെ, 5+5 എങ്ങനെയാണ് പറഞ്ഞതെന്ന് നമുക്കറിയാലോ. ലോക്ക്ഡ് ഗ്രൂവ്ഡ് സീമിന്റെ ജോയിനിങ് ലെങ്ത് വരിക 15 mm ആണ്. 5+5 ആണോ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ടോട്ടൽ അതിന്റെ ലെങ്ത്, ജോയിനിങ് ലെങ്ത് 15 mm വരും. സോ ഇവിടെ എന്ത് ചെയ്തു? 5 mm ജോയിനിങ് ലെങ്ത് കൊടുത്തു. ഇവിടെ 10 mm ജോയിനിങ് ലെങ്ത് കൊടുത്തു. ഓക്കെ, അപ്പൊ 70+70 140+15. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 155. ടോട്ടൽ ലെങ്ത് ഈസ് ഈക്വൽ ടു 155 mm. Total length is equal to 155 mm. Okay. Then what about the height of the plate? Height of the plate എങ്ങനെയാണ്? അപ്പൊ നമ്മൾ നോക്കിക്കോളൂ, ഷീറ്റ് മെറ്റലിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. We must use only minimum material.
ഫോർ മാനുഫാക്ചറിങ് ദാറ്റ് പ്രോഡക്റ്റ്. അപ്പോൾ നമ്മുടെ ഡെവലപ്മെന്റ്, ദാറ്റ് ഈസ് അവർ പാറ്റേൺ ഷുഡ് ഹാവ് എ ഫിഗർ വിത്ത് മിനിമം യൂസേജ് ഓഫ് മെറ്റീരിയൽ. സോ മിനിമം യൂസേജ് ഓഫ് മെറ്റീരിയൽ. അപ്പൊ എങ്ങനെ നോക്കിക്കോളൂ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷീറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് നോക്കിക്കോളൂ, ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നു. അപ്പൊ ഈ ഭാഗം കുറച്ച് നഷ്ടം വരും നമ്മൾ 2 പീസിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സിംഗിൾ പീസിൽ കട്ട് ചെയ്യുന്നു. അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ 70 mm ഇവിടെ വന്നു. അപ്പൊ നോക്കിക്കോളൂ, ഇവിടെ അതേമാതിരിക്കാണ്. ഇവിടെ ജോയിൻ ചെയ്യുന്നത്, ഇവിടെ കോർണർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഒരേമാതിരിക്കുള്ള പീസാണ്. അപ്പൊ എങ്ങനെയാണ് നോക്കിക്കോളൂ. അപ്പൊ 70 mm സെന്റർ ലൈൻ മാർക്ക് ചെയ്യുക. സെന്റർ ലൈൻ മാർക്ക് ചെയ്യുക. ഓക്കെ, സെന്റർ ലൈൻ മാർക്ക് ചെയ്തു. സെന്റർ ലൈൻ മാർക്ക് ചെയ്തിട്ട് നോക്കിക്കോളൂ, ഇവിടെ 70 mm പിന്നെ നോക്കിക്കോളൂ ഇതിലത്തെ ഈ 35 mm കൂടി ചേർക്കണം. അപ്പൊ എത്ര വരിക? 70 + 35 105. 105 mm ആണ് ഹൈറ്റ് വരിക. 105 mm ആണ് ഈ പീസിന്റെ ഹൈറ്റ് വരിക. ഓക്കെ, അപ്പോ ഹൈറ്റ്, ടോട്ടൽ ഹൈറ്റ് എത്രയാണ് ഈ പീസിന്റെ? 105 mm. 105. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈറ്റിലുള്ള ഒരു പീസ്, അപ്പൊ നമ്മൾ അത് ചെയ്യുന്നത് ഒരു ചെയിൻ ലൈൻ കൊടുക്കാം. ഓക്കെ, ഇത് ഫോൾഡ് ചെയ്യുന്നതിന്റെ സെന്റർ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നോക്കിക്കോളൂ, സെന്റർ ലൈൻ എപ്പോഴും നമ്മൾ ഏത് ഡെവലപ്മെന്റ് വർക്ക് വരയ്ക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? സെന്റർ ലൈൻ ആദ്യം മാർക്ക് ചെയ്യണം. സോ ദാറ്റ് ഈസ് മാർക്ക്ഡ്. അപ്പൊ സെന്റർ ലൈൻ ഇപ്പൊ നമ്മൾ ഇതിന്റെ ഇവിടെ വരുന്ന ഈ പോർഷനിൽ വരുന്ന ആ ലൈനിന്റെ സെന്റർ ലൈനാണ് നമ്മളിപ്പോ ഇവിടെ മാർക്ക് ചെയ്തത്. അപ്പൊ നോക്കൂ, അതങ്ങനെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് എന്താണ് സെന്റർ ലൈൻ മാർക്ക് ചെയ്തു. അപ്പൊ ആ സ്ക്വയറിൽ എത്ര അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വരിക? 17.5. 17.5. ഓക്കെ, ഇവിടെയും 17.5 mm. 17.5. So that is equal to 35. Okay, 35. Next എന്താണ്? ഒരു 35 വരും. ഒരു 35 ആ സ്ക്വയറിന്റെ ഏത് സൈഡ്? ഈ സൈഡിൽ 35, ആ സൈഡിൽ 35. So 35 ഇവിടെ 35. So this is 35. 35 ഇവിടെയും 35 അപ്പുറവും. അപ്പൊ 35 ഇവിടെ മാർക്ക് ചെയ്തു, 35 ഇവിടെ മാർക്ക് ചെയ്തു. അപ്പൊ ബാക്കി ഇവിടെ എത്രയുണ്ട്? 17.5. ഓക്കെ, 17.5. ഇവിടെയും 17.5. ഓക്കെ, 17.5, 35, 35, 17.5, 17.5, 35, 17.5. ഇവിടെ ഒരു പുറത്ത് എന്താണ് 5 mm ജോയിനിങ് ലെങ്ത്തും ഇവിടെ 10 mm ജോയിനിങ് ലെങ്ത്തും. ഒരു പുറത്ത് 2 ഫോൾഡ്, ഒരു പുറത്ത് സിംഗിൾ ഫോൾഡ്. അപ്പൊ നമ്മൾ നോക്കിക്കോളൂ. ഇപ്പൊ ഇവിടെ ഇനി ഇതിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കുക. എങ്ങനെ നോക്കിക്കോളൂ, ഡെവലപ്മെന്റ് എങ്ങനെ വരയ്ക്കുക? ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെ അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷൻ ലൈൻ ഇടാം. പ്രൊജക്ഷൻ ലൈൻ ഇട്ട ശേഷം നമ്മൾ നോക്കിക്കോളൂ, ഈ ബേസിന്റെ സെന്റർ ലൈൻ നമുക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 35 mm സെന്റർ ലൈൻ ഇവിടെ വരച്ചു. 17.5 അപ്പുറത്തേക്ക്, 17.5 അപ്പുറത്തേക്ക് വന്നു. ഇവിടെ 35 വന്നു, ഇവിടെയും 35 വന്നു. പിന്നെന്താണ് ആ ഫോൾഡ് ചെയ്യുന്ന ബാക്കിയുള്ളതിന് 17.5, 17.5. അപ്പൊ നോക്കൂ, ഇവിടുത്തെ നമ്മുടെ ആക്ച്വലി ഇതിന്റെ ലെങ്ത് എത്രയാണ്? 70 mm. ആ എഡ്ജിലത്തെ ലെങ്ത് 70 mm മാർക്ക് ചെയ്യുക. ഓക്കെ, അതിന്റെ ഇപ്പുറത്തെ എഡ്ജിലെ ലെങ്ത് എത്രയാണ്? അതും 70 mm മാർക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ വരുന്നത് ഏതാണ്? ഈ എഡ്ജാണ്. ഈ എഡ്ജിന്റെ ലെങ്ത് എത്രയാണ്? 35. പിന്നെ വരുന്നത് എന്താണ്? അപ്പുറത്തെ എഡ്ജാണ്. അത് എത്ര വേണ്ടത്? 35. അപ്പൊ അതിന്റെ ഡെവലപ്മെന്റ് ആ ലെങ്ത് അത്ര മാർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നോക്കിക്കോളൂ, ഇത് ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പീസ്
പീസ് എ, പീസ് എയുടെ ഡെവലപ്മെന്റ്. അപ്പൊ നോക്കൂ, ഈ പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? പീസ് ബിയുടെ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് പീസ് ബി എ നമുക്ക് കറക്റ്റായി കിട്ടി. പിന്നെ ബാലൻസ് പീസ് ഉണ്ടല്ലോ, പീസ് ബിക്കുള്ളതാണ്. അപ്പൊ അതെങ്ങനെ മാർക്ക് ചെയ്യേണ്ടത് നോക്കാം. പീസ് ബി എവിടെയാണ് ഫോൾഡിങ് വരുന്നത് നോക്കിക്കോളൂ. എവിടെ വരുന്നത്? ഈ സെൻട്രൽ ലൈനിന്റെ അപ്പുറത്തേക്ക് 17.5, ഇപ്പുറത്തേക്ക് 17.5. കണ്ടോ? ജോയിനിങ് ലൈനിന്റെ 17.5, ജോയിനിങ് ലൈനിന് ഇപ്പുറത്തേക്ക് 17.5. സോ 17.5 നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 70 mm ലൈൻ വരയ്ക്കുന്നു. ഓക്കെ. പിന്നെ നെക്സ്റ്റ് എന്താണ്? ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് പിന്നെ നെക്സ്റ്റ്? ഇവിടെ എത്രയാണ് വരുന്നത്? ഇവിടെ ആക്ച്വലി 35. ഇവിടെ എത്ര വരുന്നത്? 35 ആണ് വരിക. അപ്പോൾ 35 ഒരു ലൈൻ വരച്ചു. പിന്നത്തെ ഇവിടെ എത്രയാണ് വരുന്നത്? 35 ഒരു ലൈൻ വരച്ചു. പിന്നെ എവിടെ വരുന്നത്? ഈ ലൈൻ വരുന്നത്. അത് എത്രയാണ്? 70. ഓക്കെ. പിന്നെ ഏതാ വരുന്നത്? ഈ ലൈൻ ജോയിൻ. സോ അങ്ങനെയാണ് പീസ് ബിനെ നമ്മൾ സിംഗിൾ പീസിൽ നിന്ന് പീസ് എയും പീസ് ബിയും ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് എ എന്നുള്ളൊരു പീസ് ഇങ്ങനെ കിട്ടും. നോക്കൂ, ഇതേമാതിരി കിട്ടും. ബി എന്നുള്ള പീസ് ഇതേമാതിരി കിട്ടും. ഓക്കെ. അപ്പൊ അതിൽ എത്രയാണ്? 140 mm ലെങ്ത് പ്ലസ് ഒരു സൈഡിൽ 2 ജോയിനിങ് ലെങ്ത് 5 mm പ്ലസ് 5 mm, ഒരു സൈഡിൽ 5 mm ജോയിനിങ് ലെങ്ത്. സോ രണ്ടും കൂടി ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നിൽ നോക്കൂ ജോയിന്റ് ഇവിടെ ഇങ്ങനെ നീളം കൂടിയ ഭാഗത്ത് വരും. അതായത് ഈ പീസിൽ, ബി പീസിൽ എന്താണ്? ജോയിന്റ് നീളം കൂടിയ പീസിൽ വരും. ഓക്കെ. എയിൽ നോക്കിക്കോളൂ, എങ്ങനെയാണ്? ജോയിന്റ് നീളം കുറഞ്ഞ സൈഡിൽ വരും. അപ്പൊ അങ്ങനെ രണ്ടും കൂടി അസംബ്ലി ചെയ്യുന്ന സമയത്ത് എന്താണ്? നമുക്കൊരു സ്ക്വയർ എൽ ഡക്ട് കിട്ടും. ഓക്കെ. അപ്പൊ നോക്കിക്കോളൂ, ഇതിനെയാണ് നമ്മൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്. ഓക്കെ. ഇങ്ങനെയാണ്. ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാണ് നമുക്ക് ഏത് കിട്ടിയത്? ഇതിനെ ഓപ്പൺ ചെയ്തിട്ടാണ് നമുക്ക് ഇത് കിട്ടിയത്. ഓക്കെ. അപ്പോൾ നമുക്ക് സ്ക്വയർ എൽഡക്റ്റിൻ്റെ വർക്ക് ചെയ്യാം. ആദ്യം നമ്മളൊരു ഷീറ്റ് എടുക്കണം. ഷീറ്റിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്രയാണ് വേണ്ടത്? ലെങ്ത്ത് നമുക്ക് 155 ലെങ്ത്തും 105 വിഡ്ത്തുമുള്ളൊരു ഷീറ്റ് എടുത്ത് ആംഗിൾസൊക്കെ 90 ഡിഗ്രി ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഷീറ്റിൽ വരച്ച ആ ഡെവലപ്മെൻറ്റ് അതേപോലെ പകർത്തി ഇതിൽ വരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ ആ ലൈൻസിലൂടെ ഷീറ്റിനെ കട്ട് ചെയ്ത് 2 പാർട്ടാക്കി മാറ്റണം. അപ്പോൾ നമുക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 പാർട്ടാക്കി, ഒന്ന് എ പാർട്ടും ബി പാർട്ടും. അതിനുശേഷം ഇതിനൊന്ന് മാലറ്റ് വെച്ചിട്ട് അടിച്ച് ഫ്ലാറ്റൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഷീറ്റ് മാലറ്റ് യൂസ് ഫ്ലാറ്റൻ ചെയ്തു. ഇതിന് ശേഷം ഈ ലൈൻസിൽ നമ്മൾ ബെൻഡ് ചെയ്യണം. നമ്മൾ വൈസിൽ വെച്ചിട്ടാണ് ബെൻഡ് ചെയ്യുക. വൈസിൽ വെച്ചത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിന് ലോക്ക് സെറ്റ് ചെയ്യാം. ലോക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത്, അതായത് 5 മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഭാഗത്തു നിന്ന് അത്
ഔട്ട്സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. ഒരഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. 2 മാർക്ക് ചെയ്തിരിക്കുന്ന ഫസ്റ്റത്തെ 5 ഇൻസൈഡിലേക്ക് ബെൻഡ് ചെയ്തിട്ട് ലോക്ക് ചെയ്യുക. ഈ ലോക്കിന് നമ്മൾ 45 ഡിഗ്രിയിലേക്ക് ബെൻഡ് ചെയ്യണം. അതിന് നമ്മൾ മാലറ്റ് യൂസ് ചെയ്തിട്ട് സ്റ്റേക്കിൽ വെച്ചിട്ടാണ് ഇതിനെ 45 ഡിഗ്രിയിലേക്ക് ബെൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മളിത് ലോക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫോൾഡ് ചെയ്തതിനു ശേഷം സ്ക്വയർ സ്റ്റേക്കിൽ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂവർ, ഇത് 5 mm ഗ്രൂവറാണ്. ഈ ലോക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ബോൾ പിൻ ഹാമറായിട്ട് വേണം ഗ്രൂവറിന് അടിക്കാൻ. അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലോക്ക് കറക്റ്റായി ജാമാവും. പിന്നെ തീരെ പോരില്ല, ടൈറ്റായി നിൽക്കും. ഇതാണ് നമ്മളെ ഫസ്റ്റ് പീസ്. നമ്മൾ ഫസ്റ്റ് പീസ് ലോക്ക് ചെയ്ത് ഗ്രൂവ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ നെക്സ്റ്റ് പീസ് നമ്മൾ സെയിം പോലെ ഈ ലൈൻസിൽ ബെൻഡ് ചെയ്യുക, ലോക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ സെക്കൻഡ് പീസും നമ്മൾ ഗ്രൂവ് ഒക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്വയർ എൽഡക്റ്റിൻ്റെ 2 പാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എ പാർട്ടും ബി പാർട്ടും ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പാർട്ടിൽ 35 mm ലോക്ക്, മറ്റേതിൽ 70 mm ലോക്ക്. രണ്ടും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്വയർ എൽഡക്റ്റ് ലഭിക്കും.